he? How did he get there? फूल हंसते फूल हंसाते फूल सबको सुख पहुंचाते फूल जाने क्या अपनी भाषा में बहुरम से बतियाते फूल रंग बिरंगी पंखुड़ियों से धरती को सजाते फूल झूम झूम कर सुगंध लुटाते कर आंखों मुस्काते फूल प्यारी बितली रानी पास हमारे आओ नाच नाच कर घूम घूम कर साथ हमारे गाओ ऐसे इतनी सुंदर लगती ये हमको बतलाओ अपने जैसे नीले पीले पर हमको दे जाओ। नेहरू जी स्वतंत्र भारत के प्रथम प्रधानमंत्री थे। उनका जन्म इलाहाबाद में हुआ था। नेहरू जी अतुल्य देशप्रेमी और महान लेखक थे। वे 17 वर्ष तक भारत के प्रधानमंत्री रहे। नेहरू जी बच्चों को बहुत प्यार करते थे। उनके जन्मदिवस की याद में 14 नवंबर को बाल दिवस मनाते हैं। दीप जलाओ दीप जलाओ दीप जलाओ आज दिवाली रे खुशी खुशी सब अगते आओ आज दिवाली रे मैं तो मनूंगा खेल खिलौने तुम भी लेना भाई नाचो गाओ खुशी मनाओ आज दिवाली आई आज पटाखे धूप जलाओ आज दिवाली आई दीप जलाओ आज दिवाली आई। न चाहूँ मैं नटखट जोकर न चाहूँ चाबी की कार पापा जी में सच खलता है मुझको है पुस्तक से प्यार जिसे पढ़ूं कितनी ही बार टम भी लेकर मत लाना तुम चुप चुप रे जलती टूट फूट जाते हैं झूठा है इन सब का गे इन सब से मेरा क्या मेल क्या कहानी बालगीत पुस्तक में है ഞാൻ उपहार मेरे जन्मदिवस पर पापा यह होगा उत्तम उपहार मुझको है पुस्तक से प्यार पुस्तक पढ़ूं बनूं होशियार। കരുത്തനായ ബാലൻ അവധിക്കാലത്തിൻ്റെ ഉത്സവത്തിലാണ് കുട്ടികൾ. വിളവെടുപ്പ് കഴിഞ്ഞ് വേനലിൽ വറ്റി വരണ്ട പാടത്തും പറമ്പിലും എല്ലാം കുട്ടികൾ ഓരോ തരം കളികളുമായി കൂടിയിരിക്കുകയാണ്. ചിലർ പന്ത് കളിക്കുന്നു, മറ്റു ചിലർക്ക് കബഡി കളിയിലാണ് താല്പര്യം. വേറെ ചിലർ മുഖത്തു ചായം തേച്ച് നാടകത്തിനൊരുങ്ങുന്നു. നരേന്ദ്രനും കൂട്ടുകാർക്കും ഒരാശയം ഉദിച്ചു. വ്യായാമം ചെയ്താൽ അവർ ഒരു കായികാഭ്യാസ കളരി ജിംനേഷ്യം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പല വീടുകളിൽ നിന്നുമായി ആവശ്യത്തിനുള്ള സാധനങ്ങൾ സ്വരൂപിച്ചു. മണ്ണിൽ കുഴി കുത്തിയും പൂഴി വിരിച്ചും അവർ ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. ആ വഴി വന്ന ഒരു വെള്ളക്കാരന് ഇത് കണ്ടപ്പോൾ കൗതുകം തോന്നി. കൊള്ളാമല്ലോ കുട്ടികളുടെ വിനോദം. എന്താ നിങ്ങളീ ചെയ്യുന്നത്? ഒരു ജിംനേഷ്യം ഒരുക്കുകയാണ്. ഞാനും കൂടട്ടെ. സ്വാഗതം. കുട്ടികളോടൊപ്പം ആ വെള്ളക്കാരനും ചേർന്നു. അയാൾ ഒരു ബ്രിട്ടീഷ് നാവികനായിരുന്നു. ഒരു വലിയ തൂൺ ഉയർത്തി നിർത്തണം. ആ ചുമതല നാവികൻ ഏറ്റെടുത്തു. തൂൺ നിർത്തുന്നതിനിടയിൽ അത് വഴുതി അയാളുടെ തലയിൽ വന്നു വീണു. നെറ്റി പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് അയാൾ നിലത്ത് വീണുപോയി. നാവികന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇനിയും അവിടെ നിന്നാൽ അപകടമാണെന്ന് കരുതിയ കുട്ടികൾ വീടുകളിലേക്ക് ഓടി മറഞ്ഞു. നരേന്ദ്രൻ ഒറ്റയ്ക്കായി. അയാൾ നാവികൻ്റെ അടുത്തു ചെന്നു. തൻ്റെ വസ്ത്രം കീറി മുറിവ് തുടച്ചു. കൂടുതൽ രക്തം വാർന്നു പോകാതിരിക്കാൻ ആ തുണി നെറ്റിയിൽ ചുറ്റിക്കെട്ടി. മുതിർന്ന ചില ആളുകളെ സഹായത്തിന് കൂട്ടി നാവികനെ ആശുപത്രിയിൽ എത്തിച്ചു. അസുഖം ഭേദമായ നാവികൻ നരേന്ദ്രനു നന്ദി പറഞ്ഞു മടങ്ങി. കരുത്തനായ ഈ ബാലനാണ് പിൻകാലത്ത് ലോകപ്രസിദ്ധനായി തീർന്ന സ്വാമി വിവേകാനന്ദൻ. ആ പ്രദേശത്തെ കൂടി വേണം പാക്കനാർക്കും ഭാര്യയ്ക്ക് ഇറ്റക്കത്തിലെത്താൻ. ഉച്ചയ്ക്ക് മുമ്പ് അവർക്ക് തിരിച്ചു ഗ്രാമത്തിൽ വരികയും വേണം. കുട്ടിക്കാടിൻ്റെ മധ്യഭാഗത്ത് നടന്നു തെളിഞ്ഞ വഴിയുടെ ഒറ്റത്ത് അറയാളിൻ്റെ ചുവട്ടിൽ അവർ അല്പം നേരം നിന്നു. സൂര്യൻ തെളിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. പാക്കനാർക്ക് കയ്യിലിരുന്ന മുറുക്കാൻ പൊതി എങ്ങനെയോ താഴെ വീണു. അതെടുക്കാൻ കുഞ്ഞിൻ്റെ പത്നിയാണ്. അപ്പോഴാണ് മറ്റൊരു പൊതി അവരുടെ കണ്ണിൽപ്പെട്ടത്. അവർ പൊതി അയച്ചു നോക്കി. എന്താ അത്? നിറയെ സ്വർണ്ണ നാണയങ്ങൾ. സൂര്യപ്രകാശത്തിൽ അത് വെട്ടിത്തിളങ്ങി. പാക്കനാരും പൊതി കണ്ടു. അതിലെ സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു,
പണം ആളെ കൊല്ലിയാണ്. നമുക്കത് വേണ്ട, അവിടെ വെച്ച്. കാക്കനാരും പത്നിയും മറിഞ്ഞിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ 3 പേർ അതുവഴി വന്നു. അവരുടെ സംസാരവും ചിരിയും കണ്ട ചങ്ങാതിമാരാണെന്നേ തോന്നി. അവർ അരയാലിന്റെ ചുവട്ടിലെത്തി. പെട്ടെന്ന് സ്വർണ്ണ നാണയങ്ങൾ അവരുടെ കണ്ണിൽ പെട്ടു. ഒരാൾ അത് കുനിഞ്ഞെടുത്തു. മറ്റുള്ളവർ ബലാത്കാരേന അയാളുടെ പക്കൽ നിന്ന് അത് വാങ്ങാൻ നോക്കി. സ്വർണ്ണ നാണയം എടുത്ത ആൾ പറഞ്ഞു, വഴക്കു വേണ്ട, തുല്യമായി പങ്കുവയ്ക്കാം. ശരി, അങ്ങനെ തന്നെ മറ്റുള്ളവരും പറഞ്ഞു. നാണയങ്ങൾ പങ്കുവെച്ചു തീർന്നപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക, ഞാൻ പോയി എന്തെങ്കിലും വിശപ്പിന് വാങ്ങി വരാം. സന്തോഷപൂർവ്വം മറ്റു 2 പേരും സമ്മതിച്ചു. അയാൾ തൻ്റെ പങ്കു സ്വർണം കൂടെ അവിടെ വെച്ചിട്ട് ഭക്ഷണം വാങ്ങാൻ പോയി. അയാൾ പോയ ഉടനെ മറ്റു 2 പേരും കൂടി ആ ഓഹരി പങ്കുവെച്ചെടുത്തു. എന്നിട്ട് ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാൻ വെച്ചു. ഭക്ഷണത്തിന് പോയാൽ വരാറായപ്പോൾ 2 മരക്കൊമ്പുമായി അവർ മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്നു. ഭക്ഷണവുമായി അവനെത്തി. അത് താഴെ വെച്ചിട്ട് നിവർന്നതും അടിയേറ്റതും ഒരുമിച്ചായിരുന്നു. അടിയേറ്റു മരിച്ച സുഹൃത്തിൻ്റെ ശരീരം 2 പേരും ചേർന്ന് വലിച്ചു മാറ്റിയിട്ടു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം അവർ സുഖമായി അകത്താക്കി. നിറഞ്ഞ തൃപ്തിയോടെ എഴുന്നേറ്റു. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, 2 പേരും തല കറങ്ങി വീണു. അല്പനിമിഷങ്ങളിനുള്ളിൽ അവിടെ കിടന്നു മരിച്ചു. ഭക്ഷണത്തിനു പോയവൻ വിഷം കലർത്തിയ ഭക്ഷണമാണ് കൊണ്ടുവന്നത്. ഫാക്നർ പത്നിയുടെ മുഖത്തേക്ക് നോക്കി. അവർ വേഗത്തിൽ ഈറ്റക്കാട്ടിലെത്തി. ഈറ്റയുമായി മടങ്ങി. Uncle was a simple, good man and a kind neighbor. But he was also lazy, so his wife sometimes got angry with him. Then he would go away into the mountains to hide from her. One day, Rip and his dog Wolf climbed to the highest part of the mountains. They were tired, so they lay down on the green grass to rest. When Rip got up, he heard a voice calling him, "Rip Van Winkle, Rip Van Winkle, come here, come and help me." He turned around and saw a short old man. He was carrying a heavy barrel on his shoulder. Rip agreed to carry the barrel to a bird. One day, Rahul found a tiny bird on the road near his house. It had fallen from its nest. It was hard and was hungry too. Rahul took the bird home and showed it to his mother. Rahul's mother knew what to do. She washed the hind leg with warm water and gave the baby bird some milk to drink with a tiny spoon. "Hi everybody," said a squeaky voice from inside the trunk of a big old tree. "I am Ollie. Can I play with you? It's getting dark. We have to go back to our nest," the baby birds said. But Ollie looked so sad that they all agreed to stay for a little while. Ollie had a wonderful time, but soon the other birds began to get tired. One day Rahul found a tiny bird on the road near his house. It had fallen from its nest. It was hurt and was hungry too. Rahul took the bird home and showed it to his mother. Rahul's mother knew what to do. She washed the hurt legs with warm water and gave the baby bird some milk to drink with a tiny spoon. കൂട്ടുകാരും കൂട്ടുകാരിയും മഴ മാറി മാനം തന്നെ കുട്ടികൾ കളിക്കാൻ തുടങ്ങി. തുമ്പികളുടെ കൈയിട്ട് കുട്ടികൾക്ക് സോമാൻ. അവർ തുമ്പിയുടെ പുറകെ കൂടി നടന്നു ഓടി ചെന്നിട്ട്
മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്, സൂര്യൻ ഉദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, താരകൾ തെളിയും മാനത്ത്, താമര വിരിയും താഴത്ത്, മരുവിൽ മാനത്ത്, മാനും മയിലും താഴത്ത്. ഓ എൻ്റെ കുറിപ്പ്. ഇന്ത്യ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യൻ്റെ ജീവനായ രാജ്യം, അമ്മയായ നാട്, നന്മയായ നാട്, മക്കൾ ഞങ്ങൾ സ്നേഹത്തെ സ്വർഗമാക്കും എന്ന് ചമനം ചാക്കും. लेकर आई चूचे नन्हे नन्हे, चूचे दाने कीड़े गाते, चूचे चिन चिन करते, ये चूचे चूचे गाने, कौवे आए काले काले दो कौवे, चिम चिम करके चूचे दौड़े, अम्मा के पास दौड़े. यह बकरी है, बकरी एक पालतू जानवर है, बकरी दूध देती है, बकरी के दूध एक औषधि है, बकरी पत्ते खाती है, बकरी के पास मेमना है, मेमना बोला बोला है. तितली है बागों की रानी, उड़ती फुड़ती आती है, फूलों का रस लेती है, दौड़ा जीवन जी लेती है, रंग बिरंगी पंखों वाली उड़ती फुड़ती आती है, जब जब फूल नए गिरते हूँ आ जाती है याद. Heroes of the Carpathia. On 10 April 1912, the Titanic left England for America. Thousands of people came to see the ship set sail. It was one of the largest ships in the world. The people who traveled on the Titanic were very excited. For 4 days, the Titanic sailed without any problem. But on 14 April, it hit an iceberg. It was 11:40 in the night. The captain of the ship, Captain Smith, announced, "The Titanic is in trouble. We are trying our best to save the ship, but it is sinking very fast." Then he told his radio operator to send out messages at once asking ships close by to come to their help. The lifeboats were brought down and women and children were helped into them. Nobody could believe what was happening and everyone was frightened. पर उसको मिला नहीं, तब बोला टुकड़ों को, टुकड़ों में क्या समझ कर सब सके और हुआ एक अंदर विद्या गाय सबका अपने काम लेगा, सब कुछ हुए फिर हुए चूर्ण हुए രണാളെ മുങ്ങി പോയി പോയി മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. അങ്ങനെ നന്നായി പൊടി നേരം വല്ലതും പാടിക്കാളിക്കാൻ ചേരും. ചെമ്മീനും മുടി പാടി തന്നു. ചേച്ചി നിന്നുമാക്കാനെ തോന്നും. കാക്കച്ചമ്മന് വീണ്ടും കാലത്തെ എഴുത്തു വാടിയിരുന്നു. For me to sow a little earth to make it grow, a little hole, a little patch, a little wind, and that is that, a little sun, a little shower, a little while, and then a flower. See for me to sow a little earth to make it grow, a little hole, little patch, a little wind, and that is that, a little sun, a little shower, a little while, and then a flower. A little sea form to sow, a little earth to make it grow, a little hole, a little patch, a little wish, and that a little sun, a little shower, a little while, and then flower. A little sea for me to sow, little earth to make it grow, a little hole, a little patch, a fish, and that is that, a little sun, a little shower, little while, and then a flower. Sunday കൂട്ടുകാർ മഴ
പാഠം 20 കൂട്ടുകാരെ എന്നെ തുടങ്ങി കൂട്ട് കവിഞ്ഞ കൂട്ട് കടക്കം പുതിയ വരുന്ന കൂട്ട് കഥ പറയും കൂട്ടുകാരെ जगड़ बजाओ इफ्ताराए बजाओ ईद का दिन से बाद डम 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 डमरू बजाओ डम 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 जगड़ बजाओ इफ्ताराए बजाओ ईद का दिन से बाद टम 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 डमरू बजाओ टम 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 डमरू बजाओ इफ्ताराए बजाओ ईद के दिन से बाद टम 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 डमरू बजाओ टम 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 डमरू बजाओ colors red, green, blue, yellow. The pencil is red. It is